ജീവിതത്തിൽ ഒത്തിരിയേറെ വിശുദ്ധരെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ മൈനസനാരി കാലയളവിലാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി എന്ന വൈദികരുടെ മധ്യസ്ഥനെക്കുറിച്ച് ഞാൻ അറിയാനിട വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറിയ പങ്കും കുമ്പസാരക്കൂട്ടിലാണ് ചെലവഴിച്ചത് എന്ന് അറിയുവാൻ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറെ സ്വാധീനിച്ചൊരു ഘടകമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്നുള്ള ശുഷ്കാന്തിയും ഒപ്പം തന്നെ ആ കൂദാശ പരികർമ്മം ചെയ്യുന്നതിന് ഒരു വ്യക്തിക്കുണ്ടായിരിക്കുന്ന അത്യാവശ്യമായ ഒരു കാര്യം ക്ഷമ എന്നുള്ള പുണ്യം കൂടെയാണ്. കാരണം മണിക്കൂറുകളോളം കുമ്പസാരക്കൂട്ടിൽ ഇരിക്കണമെങ്കിൽ ക്ഷമ എന്നത് അനിവാര്യമായൊരു ഘടകമാണ്. വൈദിക ജീവിതത്തിലെ വിവിധ ഇടവകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ക്ഷമ ഏറ്റവും പ്രധാനമായൊരു പുണ്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് ഒത്തിരിയേറെ പ്രതികരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും, വഴക്ക് പിടിക്കേണ്ട സാഹചര്യങ്ങൾ വരും. പക്ഷേ അപ്പോൾ ക്ഷമിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു വ്യക്തിയെ നമ്മൾ വീണ്ടെടുക്കുകയാണ്, ഒരു വഴക്കില്ലാതാവുകയാണ്, അതോടൊപ്പം തന്നെ ഒരു പുതിയ ചക്രവാളത്തിലേക്ക് ആ വ്യക്തിയെ നമ്മൾ നയിക്കുകയാണ്. ക്ഷമിക്കുവാൻ സാധിക്കണമെന്നുള്ളത് എനിക്ക് പ്രചോദനമായി തീർന്നത് ഈ വിയാനി പുണ്യവാളൻ്റെ ജീവിതത്തിലൂടെയാണ്. ഒരുപക്ഷെ ഒത്തിരിയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുള്ള ഇടവകയിൽ എല്ലാവരോടും ക്ഷമിച്ചത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അവിടെ ജീവിക്കുവാനും അവിടെയുള്ള ജനങ്ങൾ നേടിയെടുക്കുവാനൊക്കെ സാധിച്ചത്. ക്ഷമിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഒരാഴ്ചക്കാലം കഴിയുമ്പോൾ തന്നെ അദ്ദേഹം മറ്റൊരു ഇടവകയിലേക്ക് സ്ഥലം മാറി പോകുവാൻ അനുവാദം വാങ്ങിക്കുമായിരുന്നു. ക്ഷമിച്ചതുകൊണ്ട് ആ ഒരു ഗ്രാമത്തെ, ആ ഒരു പട്ടണത്തെ നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. എനിക്കും ക്ഷമിക്കേണ്ട ഒത്തിരി സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പൊട്ടിത്തെറിക്കേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോഴെല്ലാം ക്ഷമിക്കുവാനായിട്ട് ഒരു കൃപ ലഭിച്ചത് ഈ വിശുദ്ധൻ്റെ മാതൃകയിലൂടെയും അതുപോലെ തന്നെ യേശുനാഥൻ കാണിച്ചു തന്ന തിരുവചനത്തിലൂടെയുമാണ്. ക്രിസ്തുനാഥൻ്റെ ജീവിതത്തിലെ അവസാന തിരുവചസ്സുകളൊന്നാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്നൊന്നും ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ളത്. ആഴ്ചയിലെ ഈ വലിയ വിശുദ്ധൻ നമുക്ക് ക്ഷമിക്കുവാനുള്ള വലിയ കൃപ നൽകട്ടെ എന്ന ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.